തിരുവനന്തപുരത്ത് നടുറോഡിൽ സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവും തമ്മിൽ തർക്കം. വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലിയാണ് മന്ത്രിപുത്രനും കോൺഗ്രസ് നേതാവുമായി തർക്കമുണ്ടായത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് നടുറോഡിൽ വെച്ച് മാധവ് സുരേഷും KPCC അംഗം വിനോദ് കൃഷ്ണയുമായി തർക്കമുണ്ടായത്. ശാസ്തമംഗലത്ത് വെച്ച് ഇരുവരും തമ്മിൽ 15 മിനിറ്റോളം തർക്കിച്ചു. കോൺഗ്രസ് നേതാവിന്റെ വാഹനം തടഞ്ഞു നിർത്തി മാധവ് സുരേഷ് ബോണറ്റിലടിച്ചു. പിന്നാലെ പ്രശ്നം രൂക്ഷമായതോടെ മാധവിനെ പോലീസ് കൊണ്ടുപോവുകയും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ മാധവ് സുരേഷ് മദ്യപിച്ചിട്ടില്ലെന്ന് പോലീസ് കണ്ടെത്തി. മാധവ് സുരേഷ് ലഹരിയിലായിരുന്നുവെന്ന് വിനോദ് കൃഷ്ണ പോലീസിൽ പരാതി നൽകിയതോടെയാണ് പോലീസ് പരിശോധന നടത്താൻ തീരുമാനിച്ചത്. പിന്നാലെ മാധവ് സുരേഷിനെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ബ്രത്ത് അനലൈസർ വെച്ച് പരിശോധന നടത്തി. എന്നാൽ മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞതോടെ പോലീസ് വിടാൻ തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് 2 പേർക്കുമെതിരെ കേസെടുക്കാതെ മ്യൂസിയം പോലീസ് വിട്ടയക്കുകയായിരുന്നു. മാധവിനും വിനോദ് കൃഷ്ണയ്ക്കും പരാതിയില്ലെന്ന് അറിയിച്ചതിനാൽ വിട്ടയച്ചുവെന്ന് പോലീസ് വ്യക്തമാക്കി. വിനോദ് ആദ്യം രേഖാമൂലം പരാതി നൽകിയെങ്കിലും പിന്നീട് ഇരുവരും തമ്മിൽ ധാരണയായതിനാൽ കേസെടുക്കാതെ വിട്ടയക്കുകയായിരുന്നു.